എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കടച്ചക്ക ചെമ്മീൻ വറുത്തരച്ച കറിയാണ്. വളരെ സ്വാദേറിയ നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ കടച്ചക്ക കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. ഈ ഒരു കറിയുടെ സ്വാദ് ഒരുപാട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നൊരു പാചക രീതിയാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചക്കക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ മൺചട്ടിയിലേക്ക് 150 ഗ്രാം അളവിൽ ചെമ്മീൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഒരു സവാള ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 പച്ചമുളക് കൂടെ ചേർക്കാം. പച്ചമുളക് ചേർക്കുവാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ കടച്ചക്ക ചേർക്കാം. നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ചക്ക നല്ല മൂപ്പത്തിയിട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ വെന്തു പോകും. അതുകൊണ്ടാണ് ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചക്ക മുഴുവനും ചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊന്ന് തിളച്ചു തുടങ്ങിയാൽ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് തിളച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ നാളികേരക്കൂട്ടൊന്ന് വറുത്തെടുക്കണം. ചക്ക കഷ്ണങ്ങൾ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാവുന്നതാണ്. കഷ്ണങ്ങൾ നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. അതിനുശേഷം ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 മുറി നാളികേരമാണ്. ഇത് നമുക്കൊന്ന് തിരുമ്മി എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ അരപ്പിന് ആവശ്യമായ 1/2 മുറി നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1 പിടി കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുള്ള ചക്ക നമുക്ക് താഴേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നാളികേരം ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്തൊന്ന് ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ കൂട്ടി ചേർക്കാം. നമ്മളെടുത്തിട്ടുള്ള ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുരിയാതെ പോകുന്നതാണ്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നല്ല മെറൂൺ കളറിലേക്ക് ആയി വരണം. അതുവരെയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരം ഇതുപോലെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം ഫ്രൈ ചെയ്തെടുക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നാളികേരം നല്ല മെറൂൺ കളറിലേക്ക് ആയി വരണം. അതുവരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാളികേരം നല്ല മെറൂൺ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ മൊരിയിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ചട്ടിയുടെ ചൂടാറുന്നത് വരെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചുകൂടി എടുക്കാം. ഇനിയിപ്പോൾ അരപ്പൊന്ന് അരച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചക്ക നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ നാളികേരക്കൂട്ടും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കഷ്ണങ്ങൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ കയ്യിലിട്ട് ഇളക്കാതിരിക്കുന്നത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കറി ഒന്നുകൂടെ തിളച്ച് വരണം. അതുവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. നിങ്ങൾക്കിതിലേക്ക് കുടംപുളിയൊക്കെ ചേർക്കാനോ തക്കാളി ചേർക്കാനോ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുടംപുളിയും തക്കാളിയും ഒന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കറി ഇപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ചു തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർത്താൽ മതിയാകും.
ഞാനിവിടെ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ തീയിലിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഒരു മസാല എല്ലാം പിടിച്ച് നല്ല രീതിയിലേക്ക് പാകമായി കിട്ടും. 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്ത കറി ഒന്നുകൂടെ മൂടി തുറന്ന് നോക്കാം. ഇപ്പോഴും നമ്മുടെ കറി നല്ലപോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അധികം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം കറി ഒന്ന് ഇരുന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് മാറുന്നതാണ്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും ചട്ടി മാറ്റാം. അതിനുശേഷം ഒരു താളിപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി താളിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുക് ചേർക്കാം. കടുകിപ്പോൾ നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിപ്പ് കൂടെ ചേർക്കാം. താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മൂടി കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ കറി തയ്യാറാക്കിയൊക്കെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഈ കറിയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൂടെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് ഇതുപോലൊരു നാടൻ കറി നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.